ഭയങ്കര സംഭവമാണ് കേട്ടോ ഇതെല്ലാം. നമുക്ക് സന്തോഷമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അയ്യോ നമ്മളെ വിടുന്നില്ല കേട്ടോ, സ്വാഗതം പറയാം. അവൻ തന്നെ പറഞ്ഞ് അമ്മേനെല്ലാം കൂട്ടി വന്ന് നിന്നതാ നമുക്ക് പറയുന്നത്. അപ്പോൾ ഓരോ ഓടി വന്നിട്ട് ഞാൻ പറയുന്നത്. ഷൂട്ടിംഗ് ടൈമാണിത് നമ്മളെ വൈകുന്നേരം. ഡയറക്ടർ സാർ കരുവച്ചിരിക്കുക, അപ്പൊ എന്റെ സൗണ്ട് വെക്കുമ്പോഴേ എനിക്ക് മനസ്സിലുണ്ടാവും എനിക്ക് സുഖമില്ല, ജലദോഷ. ആദ്യം അമ്മക്ക് വന്നു, പിന്നെ സാജേട്ടൻ വന്നു, അടുത്തേക്ക് വന്നു, എനക്കൊന്ന് എച്ചൂട്ടിനടക്കം വന്നു ജലദോഷം. ജലദോഷക്കഥ എല്ലാരും കേട്ടിട്ടുണ്ടാവല്ലോ. സൗണ്ട് എല്ലാരും സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ജലദോഷത്തിന്റെ സൗണ്ടാ അല്ലേ? അടിയിലും വാങ്ങുന്നുണ്ട്. ഒരു വീഡിയോ എടുക്കാൻ അടിയും കുത്തലോ. എന്റെ ബുള്ളറ്റ് ഇതാന്ന് ഓടിക്ക് നോക്കറാ. ആർട്ടിസ്റ്റുകൾ ദാഹിക്കുമ്പോ ഞാനാ വെള്ളം കൊണ്ട് കൊടുക്കലത്. നമുക്കൊന്നുമില്ലേ ചൈൽഡ് ആർട്ടിസ്റ്റുകൾക്ക് ഉള്ളത്. അന്നാണ് എന്റെ കയ്യില് തേൻ. അത് ഇത് പൂവെന്താന്ന്? ഇത് പൂ. കാണിച്ച പൂ കാണിച്ചു കൊടുത്തേ. അവർക്ക് അറിയില്ല പോലും. കാണിച്ചു കൊടുത്തേ. പൂ കാണിച്ചു കൊടുക്കാതെയോ? അതങ്ങനെ പിടിച്ച പൂ തിരുവാ. പൂ കൊടുത്തു. അതിന്റെ ചെക്കിപ്പൂ അല്ലേ? ചെക്കിപ്പൂ പറിക്കുക, തേൻ കുടിക്കുക. ആരാ ഈ പരിപാടി തുടങ്ങിയേ? ചെക്കിപ്പൂ. എന്നിട്ടെന്താ പരിപാടി? പൂ തേൻ കുടിച്ചിട്ട് ബ്രെഡ് ഫുള്ളും അന്വയ്ക്ക് മാത്രം കൊടുക്കുന്നതായിട്ടാണ് റീലെടുക്കുന്നേ. ശരിക്കും റിയാലിറ്റി നമുക്ക് ഇതിലൂടെ വ്യക്തമാണ്. പകുതിയാണ് നമ്മൾ. പകുതി ദേവൂട്ടനും പകുതി അന്വയ്ക്കും. പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മൊത്തമായിട്ട് അന്വയ്ക്ക് കൊടുക്കുന്ന പോലെയാണ് എടുക്കുന്നത്. നമ്മളത്ര ക്രൂരയല്ല, അത് വ്യക്തമാക്കണം. ഏട്ടത്തി അത്ര ക്രൂരയല്ല അത്. എച്ചൂട്ടനെ എണീച്ചേട്ടാ, ഞാൻ പോയിട്ട് ആട്ടിട്ടെ. എച്ചൂട്ടാ ഓ നോക്ക്, ഇങ്ങോട്ടോക്ക്. സൈഡ് റോൾ ഉണ്ട്. ദേവൂട്ടാന്ന് വിളിക്കണം. ദേവൂട്ടാ, ദേവൂട്ടാ ഓട്. ഞാനല്ലാണ്ട് ഇവിടെ വേറൊരാൾ വ്ളോഗറായിട്ട് ഉദയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ വ്ളോഗിങ്ങിനിടയിൽ നമുക്ക് ചെറിയൊരു ചാൻസ് തന്നു എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാനിപ്പം വന്നത്. എന്തെങ്കിലും പറയട്ടെ, കുഴപ്പമുണ്ടോ? എന്തെല്ലാം ഇപ്പം പറഞ്ഞത് നിങ്ങൾ? ഇവിടെ പറഞ്ഞൊന്നും കട്ടിയാണ് ഞാനിടുവേ. നീ അങ്ങനെ പറയാവുകയാണെങ്കിൽ അത് മോശമില്ലല്ലോ. ഞാനിവിടെ നേരത്തെ നിർബന്ധിച്ചാണ് നീ ഒന്ന് എടുക്കണേ സ്വാഗതം പറഞ്ഞിട്ട് എടുക്കണേന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എടുക്കാൻ തുടങ്ങിയത്. അതും എത്ര വട്ടം സ്വാഗതം പറഞ്ഞേ? എത്ര വട്ടാ സ്വാഗതം പറഞ്ഞത് ഇവക്ക് പോലും അറിയില്ല. ലാസ്റ്റ് അന്വീനെ കൊണ്ട് സ്വാഗതം പറയിച്ചിട്ടാണ് തുടങ്ങിയത്. ഇത്രയും നേരം ഇവക്ക് പറയാൻ നോക്കിയിട്ട് അത്രോട്ടോ പറഞ്ഞു. 10 നല്ല 10-20 വട്ടം കേട്ടോ. എന്നാണ് പരിപാടി? അവര് കളിക്കുമ്പോ പാവ വെച്ചൂട്ടിന് കളിക്കണം തോന്നുന്നു. അതുകൊണ്ട് അമ്മ എടുത്ത് നടക്കുന്നു. കിടന്നിട്ട് നിക്കുന്നില്ല. പുറത്തടാ പായ വിരിച്ചിട്ട് കിടത്തിട്ടാകുമ്പോ നിക്കുന്നില്ല. ഓ കളിക്കുന്നൊക്കെ നോക്കറാ. ഇവരിങ്ങനെ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നിങ്ങനെ നോക്ക്. ഇക്കും കളിക്കാട്ടാ. കുറച്ച് വലുതാവുമ്പോ ഇക്കും കളിക്കേ കേട്ടാ. ഇക്കും കളിക്കേ. ക്യാമറമാൻ തോണ്ട് അവിടെ. എല്ലാരും കൊണ്ട് അഭിനയിപ്പിക്കുന്നു. അന്നൊരിക്കൽ നമ്മൾ രണ്ടാളും വന്നിട്ടല്ലേ ചാമ്പക്കര വീഡിയോ. ആ ആളാന്നിട്ടത്. എന്റെ ചെടി കാണിച്ചു കൊടുക്കൂ എന്ന് അലറി വിളിച്ചുകൊണ്ട് കൊറേ ദിവസമായില്ലേ നമ്മൾ ഈ ചെടിയെല്ലാം കാണിച്ചിട്ട്. ഇതാ ഇവളുടെ ചെടിയെല്ലാം നല്ല വളർന്നിട്ടുണ്ട് കേട്ടാ. ചെടിയെല്ലാം നല്ല ഉഷാറായി വരുന്നുണ്ട്. അത് കാണിക്കണം എന്ന് ഇവക്ക് വളരെ നിർബന്ധമായിരുന്നു. അന്ന് ഇതാ വെറും തണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞ സാധനത്തിന് ഇലയെല്ലാം വന്നിട്ടുണ്ട്. ഈശ്വര ഇനി നാളെ കഴിഞ്ഞാൽ ഞാൻ തൊട്ടിട്ട് എന്ന് പറയല്ലേ ഇവള്. ഇതെല്ലാം ചെടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. സക്സസ് ആയിരിക്കുകയാണ് ഇവളെ സക്സസ്. മോളെ ഭയങ്കര സംഭവമാണ് കേട്ടോ ഇതെല്ലാം.
ക്യാമറ ഓണാക്കിയാലേ പറയും ഇതൊന്ന് കാണിച്ചു കൊടുക്ക് എല്ലാവരും വിചാരിക്കും കരിഞ്ഞ ചെടി മാത്രമേ ഇടിയുള്ളൂ എന്ന് ഇതൊന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. കുറച്ചാ ബാക്കിയുടെ പോയി അതാണ് ജലദോഷമായിട്ടും എനിക്ക് ഇതിൽ ഒച്ചയില്ല. എന്റെ ഈ ഒച്ചയാണ് നല്ലത്, എന്റെ മുന്നത്തെ ഒച്ചയാണ് നല്ലത് എല്ലാവരും പറയണേ. ഞാൻ പറഞ്ഞില്ല നീ വായി തുറക്കാണ്ടിരിക്കുന്ന ഞാൻ നല്ലത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറ. വൈകുന്നേരത്തെ ചായ കൂടിയാണ്. ഇത് രാവിലെ ആക്കിയതാണ് കേട്ടാ. ഇതിനെ നമ്മുടെ നാട്ടിൽ ഇലയട എന്ന് പറയും അല്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഇലയട. അരിപ്പൊടി, അതിനകത്ത് തേങ്ങ, വെള്ളം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ആക്കുന്ന സാധനമായിട്ട്. ഇനി അറിയാത്തവരോ അഥവാ ഉണ്ടെങ്കിലോ എനിക്ക് മാത്രമേ അറിയെങ്കിലോ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ചായ കൂടി രാവിലത്തെ ചായൻ്റെ കടിയും കൂട്ടി നമ്മളിതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണമെന്ന്. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. ഞാൻ തിന്നിട്ടുണ്ടാവും, എന്നാലും നല്ല മധുരമുള്ള നല്ല അടിപൊളി സാധനം കേട്ടോ. പക്ഷെ ഇപ്പോൾ ആരാണ് ഇതെല്ലാം തിന്നത്? ഇപ്പോൾ വീടിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് സാധനങ്ങൾ, മിക്സർ, പപ്സ് അങ്ങനത്തെ എല്ലാം സാധാരണ ഇപ്പോൾ എല്ലാം തിന്നു. ഇങ്ങനത്തെ ആൾക്ക് തിന്നൽ കുറവല്ലേ? അല്ലേ? കുറവല്ല, കുറച്ച് കുറവാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വരെ ഇന്നലെ വരെ അങ്ങനെയാണ് തിന്നിനി. പിന്നെ ഇന്ന് രാവിലെ ഇതാക്കി ബാക്കിയുള്ളോണ്ട് ഇപ്പോൾ തിന്നുന്നതേ ഉള്ളൂ. ആ അപ്പോൾ നമ്മളെ ചായ വിളിക്കട്ടെ കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഇന്ന് വേറെ ഒന്നുമില്ല, വെറുതെ ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെറുതെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തൊരു വീഡിയോ ഇത്. പ്രത്യേകിച്ച് കാര്യമോ കാരണം ഒന്നുമില്ല. അപ്പോൾ പിന്നെ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് അല്ലേ? അപ്പോൾ അടുത്ത ചായക്കടിയും എല്ലാം വെച്ചിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാം. അപ്പോൾ ഓക്കെ.